ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഇന്നെങ്ങനെയുണ്ട്? മഴയുണ്ടോ? ഞങ്ങളുടെ ഇവിടെ മഴയില്ലായേ. ഇന്ന് മൺഡേ ആണ്. ഇന്ന് ചക്കിക്കും കിച്ചുമോനിക്കൊക്കെ സ്കൂളിൽ പോകണം. രാവിലെ അവർ എഴുന്നേറ്റിട്ടില്ലായേ. ചായയൊക്കെ എടുത്തിട്ട് അവരെ വിളിച്ചെണീപ്പിക്കാമെന്ന് വിചാരിച്ചു. ചക്കിക്കിന്ന് ഭയങ്കര ഉറക്കമാണ്. സ്കൂളുള്ള ദിവസങ്ങളിൽ അങ്ങനെയാണ്. ചക്കിക്ക് ഉറങ്ങിയാൽ തീരുകയില്ല. അല്ലാത്ത 2 ദിവസം ചക്കിക്ക് ഉറക്കവേ ഇല്ല. 2 ദിവസം അവധി കഴിഞ്ഞിട്ടേ ഇങ്ങനെ തിങ്കളാഴ്ച ആകുന്നതേ എനിക്കിഷ്ടമില്ലായേ. എനിക്ക് തിങ്കളും ചൊവ്വായും എന്തോ ഭയങ്കര ബുദ്ധിമുട്ടോ സങ്കടമോ എന്തോ ഒക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലായേ. പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് സന്തോഷമാണ്. 2 ദിവസം അവധിയാണല്ലോ എന്നോർത്ത്. എന്താണെന്നറിയത്തില്ല. എന്നെപ്പോലെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നമുക്കറിയാം എല്ലാ ദിവസവും എഴുന്നേൽക്കണം, ഫുഡ് ഉണ്ടാക്കണം, കുട്ടികളെ സ്കൂളിൽ വിടണം എന്നൊക്കെ അറിയാം. എന്നാലും മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. രാവിലെ തന്നെ നല്ലൊരു ചായ കുടിക്കുമ്പം തന്നെ പകുതി ആശ്വാസമാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന ചായ നിർബന്ധമാണ്. എന്നെപ്പോലെ ചായ നിർബന്ധമുള്ളവരുണ്ടോ? ഞാൻ ഒരുപാട് തവണയായിട്ട് ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കേട്ട് ബോറടിക്കുന്നുണ്ടായിരിക്കും. എന്നാലും ഒരുപാട് പുതിയ കൂട്ടുകാർ വരുന്നുണ്ട്. അവരോടായിട്ട് ചോദിക്കുന്നതാണ്. എൻ്റെ പഴയ കൂട്ടുകാരൊന്ന് ക്ഷമിച്ചേരെ. എൻ്റെ ഈ മാക്സി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സൂപ്പറല്ലേ? നല്ല വൈറ്റേൽ ഡാർക്ക് ബ്ലൂ ആണേ വന്നേക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് രാവിലെ എന്താ ഫുഡ്? എനിക്കിന്ന് പുട്ടും ചിക്കൻ കറിയുമാണ്. ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും തന്നെയാണ് ഇന്ന് സ്കൂളിൽ കൊടുത്തു വിടാനും. ചിക്കൻ കറി വെക്കുവാണെങ്കിൽ സ്കൂളിലും കൊണ്ടുപോകാം, പിന്നെ പുട്ടിനും എടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ബ്ലോഗിലിട്ടില്ലായിരുന്നോ? ചക്കിക്ക് പുതിയ ട്യൂഷൻ സെൻറ്റർ അന്വേഷിക്കുന്നുണ്ട്. അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ചെയ്യണമെന്ന്. അതനുസരിച്ച് ചക്കിക്ക് പുതിയ ട്യൂഷൻ സെൻറ്റർ കിട്ടിയേ. എൻ്റെ ബ്ലോഗിൻ്റെ ഇടയിൽ കമൻറ്റ് വന്നതാണ്. അതനുസരിച്ച് ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ചക്കീനെ ഇന്നലെ ഞാൻ കൊണ്ടുപോയേ. ചക്കിയുടെ പുതിയ ട്യൂഷൻ സെൻറ്റർ നമ്മുടെ ഈരാറ്റുപേട്ടയിലെ തടവനപ്പാലം കയറുമ്പം അവിടെ തന്നെയാണ്. നിങ്ങളുടെയൊക്കെ കുട്ടികളെ ട്യൂഷനിക്ക് വിടാൻ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ലതാണ് കേട്ടോ. +2 വരെയുള്ള കുട്ടികൾക്ക് അവൾ ട്യൂഷൻ എടുക്കുവേ. ചക്കിക്ക് എന്തായാലും ചക്കിയുടെ ട്യൂഷൻ ടീച്ചറെ ഇഷ്ടപ്പെട്ടെ. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ അവർക്ക് മെസ്സേജായിട്ട് ഇട്ട് തരാവേ. നിങ്ങളൊക്കെ എൻ്റെ ബ്ലോഗ് ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ കാണുന്നത്? ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ എന്നെ ഫോളോ ചെയ്തിട്ട് വേണേ കാണാൻ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിൽ എല്ലാവരും എന്നെ സബ് ചെയ്യണേ. ഞാൻ പെട്ടെന്ന് വെക്കുന്ന ചിക്കൻ കറി സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ ഇടുവേ. എന്നെപ്പോലെ സിമ്പിളായിട്ട് കറി വയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ ദിവസമേ എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്ന കുറച്ച് പേരുടെ പേര് പറഞ്ഞു. ഞാൻ കുറച്ച് പേരുടെ പേരേ പറയുന്നുള്ളെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇൻസ്റ്റാഗ്രാമിലെ കുറേ പേര് എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ പേര് മാത്രം പറഞ്ഞില്ലല്ലോ, അതെന്താണെന്ന്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കുറച്ച് പേരുടെ പേരേ പറയുന്നുള്ളെന്ന്. എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്നവരെ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു സങ്കടമാണ്. അപ്പം ഞാൻ നോക്കും അവരൊക്കെ എനിക്ക് സ്ഥിരം കമൻ്റ് ഇട്ടിട്ടുണ്ടോയെന്ന്. അങ്ങനെയുള്ളവരുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. ഷെമി അംജിത്തും ആമി യൂനുസും അതുപോലെ ബിസ്മി ഷെഫീഖും ഫർഹാന അൻസാരിയും റസിയായും നസിയ ഷെരീഫ് ഷിനു നജീബ് സുറുമി ഷിയാസ്, ഇവരൊക്കെ എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്നവരാണ്. പിന്നെ ഇടുന്നവരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പെട്ടെന്ന് പേര് കിട്ടുകയല്ലെന്നേ ഉള്ളേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെയൊക്കെ ഓരോ കമൻറ്റുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ടെന്ന്. പിന്നെ കുറച്ച് മെസ്സേജ് കിടക്കുന്നുണ്ട്. അവരുടെ കുട്ടികളുടെ ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്യുമോ, ഡേറ്റ് പറഞ്ഞിടുവാണെങ്കിലെന്ന്. അതിനൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങളത് ഇട്ട് തന്നാൽ മതി. അതനുസരിച്ച് ഞാൻ പറഞ്ഞോളാവേ. അപ്പോഴേക്കും ചക്കി എഴുന്നേറ്റ് വന്നു. ചക്കീനെ കുളിപ്പിച്ചൊരുക്കി. കിച്ചുമോനാണ് ചക്കീനെ എനിക്ക് കുളിപ്പിച്ച് തന്നത്. പിന്നെ ഞാൻ ഡ്രസ്സ് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ ചക്കി ഇന്ന് കൊണ്ടുവന്ന ബോട്ടിൽ ഇതാണ്, 7up-ൻ്റെ. ചക്കി ബോട്ടിലെല്ലാം കളഞ്ഞിട്ട് വരുമല്ലേ. ചക്കിക്ക് ഇന്നത്തെ വാട്ടർ ബോട്ടിൽ ഇതാ. ഇന്നിത് കൊണ്ടുവരുമോ എന്തോ. ഞാൻ ചക്കിയോട് ചോദിച്ചു, ഇത് കളഞ്ഞിട്ടാണോ വരുന്നത് അതോ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ച്. ചക്കീനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ വേണ്ടി ഞങ്ങൾ റോഡിലേക്ക് പോവുകയാണ്. ഞാനിങ്ങനെ വീട് പൂട്ടി താക്കോലൊക്കെ ഇടാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിയിലും ചുരിദാറിലും ഒക്കെ ഇങ്ങനെ പോക്കറ്റ് പിടിപ്പിക്കാറുണ്ട്. എന്നിട്ട് എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ. അങ്ങനെയൊക്കെ പോക്കറ്റ് പിടിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.